മണി ജപമാല ചൊല്ലിയാൽ എന്നാ പവറായിരിക്കും. ഓരോ നന്മ നിറഞ്ഞ മറിയുമ്പോഴും പിശാചിനെ തലക്കിട്ട് ആണി അടിക്കുക ചെയ്യുന്നത്. വിശുദ്ധ പറഞ്ഞ കാര്യമാണ്. ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ നമ്മൾ ചൊല്ലുമ്പോൾ പിശാചിന്റെ തലക്കിട്ട് ആണി വെച്ച് അടിക്കുക ചെയ്യുന്നത്. അടിക്കുകയാണ്. ഇങ്ങനെ 1000 മണി ചൊല്ലി നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ 1000 മണി ജപമാല ചൊല്ലണം. ആഴ്ച ഒന്ന് ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് ചൊല്ലിയാൽ മതി. പള്ളിയിൽ നിങ്ങൾ ചെല്ലണം. പള്ളിയിൽ ഒരുമിച്ച് കൂടി 1000 മണി ജപമാല ചൊല്ലണം. ഈ 1000 മണി ജപമാല ചൊല്ലുന്ന സമയത്ത് പരിശുദ്ധമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റുമോ? പരിശുദ്ധമ്മയുടെ നിയോഗങ്ങൾ എന്തൊക്കെയാണ്? കഠിനപാപികളുടെ മാനസാന്തരം, സഭയുടെ വിശുദ്ധീകരണം, ശുദ്ധീകരണാത്മക രക്ഷ. പരിശുദ്ധമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ചൊല്ലാൻ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി ചൊല്ലാവോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകയിൽ ഇത് നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇടവകയിൽ വെച്ച് പ്രാർത്ഥിക്കാവോ? നിങ്ങളുടെ കൂട്ടുകാർക്കിടയ്ക്കൽ പരിശുദ്ധമ്മയുടെ നിയമം നടക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുകാർ കൂടെ പ്രാർത്ഥിക്കാവോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയമുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങൾ 1000 മണി ജപമാല പ്രാർത്ഥിക്കാവോ? ഉറപ്പായിട്ടും വ്യത്യാസങ്ങൾ സംഭവിക്കും. കാരണം ഇതിങ്ങനെ ഓരോ നന്മ നിറഞ്ഞ പറയുമ്പോഴും ഇങ്ങനെ പരിശുദ്ധമ്മയുടെ ഗ്രേസ് ഇങ്ങനെ നമ്മളിൽ ഒഴുകുവാണ്. അമ്മ ഈശോ